യേശുവിൽ പ്രിയപ്പെട്ടവരെ, ആദിയിൽ ദൈവം പുരുഷനെ സൃഷ്ടിച്ചു, അവന് പറ്റിയൊരു ഇണയെ, സ്ത്രീയെ നൽകി. ഭാര്യ-ഭർത്തൃബന്ധം അവിടുന്ന് സുദൃഢമാക്കി മാറ്റി കുടുംബം സ്ഥാപിച്ചു. ആഴമായ വിശ്വസ്തതയും സ്നേഹവും പുലർത്തിക്കൊണ്ട് മരണം വരെ നിലനിൽക്കേണ്ട ഒരു ബന്ധം. ദൈവം യോജിപ്പിച്ച ഈ ബന്ധം മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നാണ് ഈശോ നമ്മളോട് പറയുന്നത്. എങ്കിലും ആരെങ്കിലും ഒരാൾ മറ്റേയാളെ മറന്ന് പുറത്തൊരു ബന്ധത്തിന് ശ്രമിക്കുമ്പോൾ വലിയൊരു തെറ്റ്, വ്യഭിചാരം സംഭവിക്കുകയാണ്. ഇത് സമാനമായ ബന്ധം തന്നെയാണ് ഈശോയും സഭയും തമ്മിലുള്ളത്. സഭയാകുന്ന മണവാട്ടിക്ക് വേണ്ടി മണവാളനായ ഈശോ ജീവൻ അർപ്പിച്ചു. കാൽവരിയിൽ സ്വയം ബലിയായി നൽകിക്കൊണ്ട് സ്നേഹിച്ചു. മണവാട്ടി ഈശോയ്ക്ക് വിധേയമായി അവിടത്തേക്ക് സ്വയം സമർപ്പിച്ച് ജീവിക്കുന്നു. വ്യക്തിജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ആത്മാവ് മണവാട്ടിയാണ്. മണവാളനായ ഈശോയോട് ഒന്നായി തീരാൻ കൊതിക്കുന്ന മണവാട്ടിയായ ആത്മാവ്. സ്നേഹവും വിശ്വസ്തതയും മൂലം ഈ ഒരു ബന്ധവും സുദൃഢമായി മുന്നോട്ട് പോകേണ്ടതാണ്. എന്നാൽ നമ്മൾ ഈശോയെ മറന്ന് ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ ഒക്കെ സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോൾ ആത്മീയ വ്യഭിചാരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അത് സംഭവിക്കാതെ എപ്പോഴും കർത്താവിനോടുള്ള വിശ്വസ്തതയിൽ, ആത്മീയ ദാമ്പത്യ വിശ്വസ്തതയിൽ ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. തമ്പുരാനോട് ചേർന്ന് നിന്ന് വചനമനുസരിച്ച് നമുക്ക് ജീവിക്കാം. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.